ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDF പിടിക്കാനാണ് സാധ്യതയേറെയെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് ന്യൂസ് 18നോട്. താൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ശരിയല്ല എന്നും അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നോക്കാമെന്നും AV ഗോപിനാഥ് പറഞ്ഞു. പെരിങ്ങോട്ടുകുറിശി എന്നാൽ AV ഗോപിനാഥാണ്. അദ്ദേഹത്തിന് അത്രത്തോളം സ്വാധീനമുള്ള സ്ഥലമാണ്. മുൻ DCC പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിലില്ല. അതേസമയം ഇടതുപക്ഷവുമായി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും പിന്തുണ. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കൂടി അവിടെ പ്രധാനമാണ്. കാരണം മുൻ DCC പ്രസിഡന്റ് എന്ന നിലയിൽ ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളാണ്. ഇപ്പോൾ AV ഗോപിനാഥ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അടുത്ത 6 മാസത്തിനകം പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയാണ് പറയുന്നത്. അതിൽ നിരവധി സ്ഥാനാർത്ഥികളുടെ പേരും പറയുന്നുണ്ട്. അപ്പോൾ BJP പറയുന്നത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയത് ഇത്തവണ തിരിച്ചു പിടിക്കുന്നതാണ്. എങ്ങനെയാണ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ അതോ BJP ആണോ? CPMന് LDFന് വലിയൊരു സാധ്യതയുള്ള സ്ഥലമല്ല ഇപ്പോൾ പാലക്കാട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? എന്റെ അഭിപ്രായം അവിടെ കോൺഗ്രസ് ശക്തിയോട് തിരിച്ചു വരും എന്നാണ് ഞാൻ കാണുന്നത്. BJP ടൗണിന്റെ അകത്ത് മാത്രം കേന്ദ്രീകരിച്ച ഒരു പാർട്ടിയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് ശക്തമായ വേരോട്ടമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അത്തരമൊരു സമീപനവും കണക്കൂട്ടലും കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. അതിൻ്റെ ഗുണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അവിടെ ജയിക്കുന്ന തന്നെ എന്റെ വിശ്വാസം. അവിടെ LDFന് വലിയൊരു സാധ്യത അല്ലെങ്കിൽ പോലും അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ LDF സ്ഥാനാർത്ഥിയായി താങ്കളുടെ പേരുണ്ട്. AV ഗോപിനാഥ് LDF സ്ഥാനാർത്ഥിയാവും എന്നൊക്കെയുള്ള രീതിയിലുള്ള പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അത് ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നുമല്ല. എങ്കിൽ പോലും അങ്ങനെ വരികയാണെങ്കിൽ താങ്കളുടെ ഒരു നിലപാട് എന്തായിരിക്കും? താങ്കൾ സ്ഥാനാർത്ഥിയാവുമോ? LDFനൊപ്പം ചേരുമോ? ജനങ്ങളിങ്ങനെ പറയും. പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോട് ചോദിച്ചാലേ എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുമായി നിൽക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. പാർട്ടി അത്തരം നിർദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്റെ മുന്നിൽ വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അത്തരമൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, മുന്നണി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾ മത്സരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്? ആരോഗ്യ പ്രശ്നങ്ങളല്ല ഏതെങ്കിലും രീതിയിൽ അലട്ടുമോ? പ്രശ്നത്തിന് തടസ്സമാവുമോ? അല്ല, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു ശരിയാണ്. കാരണം കോൺഗ്രസ് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും പുറത്താക്കിയാൽ പിന്നെ ആ പാർട്ടിയെ പിന്തുണ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിന് പല നിയമപ്രശ്നങ്ങൾ, ഒരു സദസ്സിലും ഒന്നിച്ചിരിക്കാൻ കഴിയില്ല. ഞാൻ ഒറ്റയ്ക്ക് കോൺഗ്രസ് വന്നിറക്കണം. സ്വാഭാവികമായും അങ്ങനെ വന്നപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തത്. അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം കൊടുത്തൊരു പിന്തുണയാണ്. സ്ഥായിയായി ഞാനൊരു തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല എവിടേക്ക് എന്താന്നുള്ളത്. അതുകൊണ്ട് പാർട്ടി എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി പറയും. LDFന് ശക്തനായൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ പാലക്കാട് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ LDFന് പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, BJP, കോൺഗ്രസ്, CPM ഈ 3 കടുത്ത മത്സരത്തിന് പോവുകയാണെങ്കിൽ എന്തുവേണം സംഭവിക്കാം. പണ്ട് ഞാൻ തോറ്റ് CPM ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട്. ഒന്ന് രാഷ്ട്രീയത്തിൽ നമുക്കൊരു മുൻ നിലപാടെടുത്തുകൊണ്ട് ഇന്നാണ് ജയിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. അത് മത്സരത്തിന്റെയും സ്ഥാനാർത്ഥിന്റെയും സാഹചര്യങ്ങളെക്കുറിച്ചിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും കോൺഗ്രസ് ജയിക്കും. പക്ഷെ BJPയും CPM വലിയ പോരാട്ടം നടത്തിയാൽ എന്ത് സംഭവിക്കുന്നു ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അവിടെ കോൺഗ്രസിനൊരു സാധ്യത എന്തായാലും മുന്നിൽ തന്നെയാണ് അല്ലേ? അല്ല, കോൺഗ്രസിന് സാധ്യതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് ജയിക്കുന്ന സീറ്റാണ്. പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി എന്തായാലും ആവശ്യമുണ്ട് അല്ലേ? നല്ല സ്ഥാനാർത്ഥി അനിവാര്യ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് ഇപ്പൊ സജീവ പരിഗണനയിലുള്ളത്. രാഹുലിനെ പോലെ ഒരാൾ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ജയസാധ്യത എത്രത്തോളാണ്?
അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ആര് വരും, എന്ത് വരും, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. കോൺഗ്രസ് അല്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല ഇന്നത്തെ ഘട്ടത്തിൽ. പക്ഷെ കോൺഗ്രസിന് നല്ലൊരു സീറ്റാണത്. അത്തരം തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റും. ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരിക്കും BJP മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ ശ്രീധരനെയൊക്കെ പോലെ തന്നെ പെട്ടെന്ന് ഈ ശ്രീധരനൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ വോട്ട് വാങ്ങിക്കാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇനിയും കൊണ്ടുവരിക എന്നാണ് BJPയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അത് BJPക്ക് ഗുണം ചെയ്യുമോ? അല്ല, തീർച്ചയായും BJPക്ക് നല്ല കണ്ടസ്റ്റിംഗ് സാധ്യതയുള്ളൊരു നിയോജകമണ്ഡലമാണത് പാലക്കാട്. BJPക്ക് അടുത്ത സ്ഥാനാർത്ഥിയെ ഇട്ടാൽ നല്ല മത്സരമുണ്ടാകും. പാലക്കാട് ചരിത്രത്തിന്റെ ഏറ്റവും നല്ല ഒരു മത്സരമായി മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ ഭാഗമാകാൻ അപ്പൊ താങ്കളും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാമോ? BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തിൽ ഞാൻ ഇന്നലെ കക്ഷിയാവേണ്ട കാര്യം LDF ഉണ്ടല്ലോ. ഇതിന് 3 കക്ഷിയിലും അംഗത്വം എടുക്കാത്ത ഒരാളല്ല ഞാൻ. അതുകൊണ്ട് അതിനെക്കുറിച്ചും അതിനൊന്നും പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ രംഗത്ത് ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി രാഷ്ട്രീയമല്ലേ, നാളത്തെ സാഹചര്യം എങ്ങനെ വരും, എന്ത് വരുന്നൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. പക്ഷെ ഇത്ര നേരം എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ള നല്ല ഒരു നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം? അവിടെ വരുന്നൊരു സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകതകൾ, ഒരു ക്വാളിറ്റി, നല്ല ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം അവിടെ. ഇപ്പോൾ UDFനാണെങ്കിലും ഇപ്പോൾ UDF ആണ് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനത്തെ സ്ഥാനാർത്ഥിയായിരിക്കണം? പൊതുവെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളോ അല്ലെങ്കിൽ ജില്ലയ്ക്ക് ഉള്ളിലുള്ള ആൾക്കാണോ സാധ്യത കൂടുതൽ? എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയൊന്നുമില്ല. പാർട്ടിയുടെ സ്ഥാനാർത്ഥി വരിക എന്നല്ലാണ്ട് നമുക്ക് ജില്ലയ്ക്ക് പുറത്തോ വരത്തോ എന്നും പറഞ്ഞിട്ടൊന്നും ഒരു തർക്കം വരേണ്ട കാര്യങ്ങളില്ല. പാർട്ടി എഫിഷ്യന്റ്. ഇപ്പോ വയനാട് പ്രിയങ്ക ഗാന്ധി വരും. ആർക്ക് അഭിപ്രായ കോൺഗ്രസിന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അവിടെ രാഷ്ട്രീയത്തിനൊന്നും പ്രസക്തിയില്ല. അതുപോലെ ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു നല്ല സ്ഥാനാർത്ഥി ഇത്രയേ ഉള്ളൂ. അതില് മറ്റു ജില്ലയിൽ നിന്ന് വന്നു, മറ്റു ജില്ലയിൽ നിന്നല്ല, ജില്ലക്കാരനല്ല എന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. തെരഞ്ഞെടുപ്പിൽ അതൊന്നും നോക്കാറില്ല. പാർട്ടിക്കൊരു നല്ല സ്ഥാനാർത്ഥി വേണം. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പാർട്ടി തെരഞ്ഞെടുത്ത് കുഴപ്പമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ വെക്കുമല്ലോ, അത്രയും നമുക്കതിന് പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ പോലും ഇപ്പൊ താങ്കൾ കോൺഗ്രസിലില്ല, CPMിലില്ല, BJPയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള, എങ്കിൽ പോലും UDFന് അവിടെ സ്ഥാനാർത്ഥിയാവാൻ കൊള്ളാവുന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട്, VT ബൽറാമിന്റെ പേരുണ്ട്, അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. ഇതിൽ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്ക് ഒരിക്കലും അങ്ങനെ അഭിപ്രായം. അത് പാർട്ടി തീരുമാനിക്കേണ്ട സ്ഥാനാർത്ഥികളാണ്. പാർട്ടി ആരെങ്കിലും ഒരാളെ ആ കൃത്യസമയത്ത് നോക്കി പ്രഖ്യാപിക്കും. അതല്ലാതെ നമുക്കതിന് ഇടപെടേണ്ട കാര്യങ്ങളില്ല. BJPയിലില്ല, CPMിലുമില്ല, കോൺഗ്രസിലുമില്ല. അത് അവരുടെ അധികാരപരിധിപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എന്നെപ്പോലുള്ള ഒരാൾ പ്രതികരിക്കുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തരമല്ലേ? അതിലേക്കൊന്നും ഞാനില്ല ഇപ്പം. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി ആരാവും എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ LDFന്റെ കാര്യത്തിലും അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ താനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നാണ് AV ഗോപിനാഥ് പറയുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി, LDF ആയിട്ട് സംസാരിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ താൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും കരുതുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ചർച്ചകൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാകുമെന്നോ എന്ന് പറയുന്നില്ല. ഒപ്പം തന്നെ UDFന് വളരെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നുകൂടി AV ഗോപിനാഥ് പറഞ്ഞു വെക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.